നമ്മൾ ഇനി തേർഡ് അഗ്രിമെന്റിലേക്കാണ് പോകുന്നത്. ഡോണ്ട് മേക്ക് അസംഷൻസ് എന്നാണ് തേർഡ് അഗ്രിമെന്റ്. അതെ, ഡോണ്ട് മേക്ക് അസംഷൻസ് തന്നെ മലയാളം വെറുതെ ഒന്നും വെറുതെ ഒന്നും ഊഹിച്ചെടുക്കരുത്. അതായത് നമുക്ക് ചുറ്റും നടക്കുന്ന എന്തെങ്കിലും കണ്ടു, അപ്പൊ അതിങ്ങനെ ആയിരിക്കും എന്ന് നമ്മുടെ ഉള്ളിലൊരു ഓൾറെഡി ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്, ജഡ്ജ് ഉണ്ട്. അവര് വന്നിട്ട് എല്ലാം ഇതായിരിക്കും കാര്യം എന്ന് അസ്യൂം ചെയ്യുക. ഇയാള് എന്നെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് ഇന്ന കാരണം കൊണ്ടായിരിക്കാം എന്ന് ഞാനങ്ങ് ഗസ് ചെയ്ത് ഞാനങ്ങ് ഊഹിച്ച് ഞാനതിന് കാരണങ്ങളെ കണ്ടുപിടിച്ച് ഞാൻ എൻ്റെ പാട്ടിന് ഓരോന്ന് ചെയ്തു പോകുന്നു. അതൊരു അല്ലേ അങ്ങനത്തെ ഒരു സാധനം. ഇന്നലത്തെ എക്സാമ്പിൾ നമ്മൾ ഓർത്താൽ മതിയല്ലോ. ഇന്നലെ ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഷവർമ കഴിക്കുന്ന ദിവസത്തിൽ ഒരു ഹാഫ് ഷവർമ കഴിച്ചാല് ഡിന്നറിൽ വയറ് നിറയെന്ന് പറഞ്ഞു. അപ്പോ ദിവ്യ എന്താ വിചാരിച്ചത്, ഹാഫ് ഷവർമ കഴിച്ചാൽ നല്ല വിചാരിച്ചത്. ദിവ്യ വിചാരിച്ചത് എന്താ, എന്നോട് ഹാഫ് ഷവർമയെ കഴിക്കാൻ പറഞ്ഞുള്ളൂ. അസ്യൂം ചെയ്തു ഞാനതിന് എനിക്ക് ഇനി ഷവർമ മേടിച്ചു തരത്തില്ല, ഞാൻ കഴിക്കുന്ന ഷവർമയില് കണക്കുണ്ട്. പോഷൻ വെച്ചു ആ തോട്ട് അങ്ങ് സ്പൈറൽ ചെയ്ത് മുകളിലേക്ക് പോയി. പക്ഷെ ഞാൻ അതല്ല പറഞ്ഞിരുന്നെന്ന് നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മളിതൊക്കെ ഇങ്ങനെ കുത്തിന്ന് സംസാരിക്കുന്നുണ്ട്, അല്ലാണ്ട് ഒരു വലിയ വിഭാഗം നമ്മൾ ഭയങ്കര സംഭവം, ബാക്കിയുള്ളവരൊക്കെ വെറും എന്താ പറയുക എൻ്റെ അമ്മയുടെ ഭാഷ പറഞ്ഞ ഉണ്ണാമന്മാരും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കുറേ ആളുകൾ ഇതിനെക്കുറിച്ച് എന്ന് വെച്ചാൽ ഈ ആളുകളൊക്കെ ഞാൻ പൊതുവെ കണ്ടിട്ടുള്ള ഇഷ്ടംപോലെ കപ്പിളുകൾ നമ്മുടെ ഫാമിലിയിൽ ഫ്രണ്ട്സിൽ ഒക്കെ കണ്ടിട്ടുള്ളത്, ഇവർ തമ്മിൽ ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പണക്കം ഉണ്ടാവും. രാവിലെ ഇവർ സംസാരിക്കില്ല. ആൻഡ് എൻഡ് ഓഫ് ദി ഡേ ഒരാൾക്ക് ഒരു അസംഷൻ ഉണ്ടാവും, മറ്റേ ആൾക്ക് ഒരു അസംഷൻ ഉണ്ടാവും. ആൻഡ് അതിൻ്റെ പുറത്ത് ആ ദിവസം തീരും, അടുത്ത ദിവസത്തിലേക്ക് ഇവരത് ക്യാരി ഓവർ ചെയ്യും. അങ്ങനെ അവരങ്ങ് ജീവിക്കും, അങ്ങനെ അങ്ങ് പോവും. അങ്ങനെ കാലാകാലങ്ങളിൽ ഇപ്പോൾ ഒരു ഭർത്താവ് മിണ്ടാതിരിക്കുന്നതിൽ കുറേ കാരണങ്ങൾ ആ ഭാര്യയ്ക്ക് അറിയാമായിരിക്കും. അവർ ആ സിസ്റ്റം വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കും തിരിച്ചും. എന്നിട്ട് ഇവരിതനുസരിച്ച് വർക്ക് ചെയ്യും. ചേട്ടൻ ഇങ്ങനെ ദേഷ്യം വരായിരിക്കും, ചേച്ചിക്ക് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനത്ത് ഇവരങ്ങ് പോവും. ഇവരൊരിക്കലും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല. അസംഷൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്നതുണ്ടല്ലോ, ഒരു ടെക്സ്റ്റ് ബുക്ക് സാധനമായിട്ട് ഒരുപക്ഷെ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്ക് തോന്നാം, അവർക്ക് നമ്മളോട് പുറ്റം തോന്നാം, ശരിക്കും തോന്നാം, സത്യമായിട്ടും തോന്നാം അല്ലേ? ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ? അതായത് നമ്മളീ പറയുന്ന സാധനം എന്തോ രണ്ട് മണ്ടന്മാരിരുന്ന് എന്തോ പറയുന്നു തോന്നുന്ന ആളുകൾ ഉണ്ടാവാം. കാരണം അവരത് അങ്ങനെ ചെയ്യുന്നുണ്ടാവും. അപ്പം അതിൻ്റെ മേലെ നമ്മൾ കൊണ്ടിട്ടൊരു ഹലോ നോക്കൂ ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊരു പ്രശ്നം വരും വെച്ചാൽ അവർക്ക് അതിലേക്ക് നോക്കാൻ പ്രശ്നമാണ്. അതുകൊണ്ട് അവർ നമ്മളെ നേരെ നോക്കിയിട്ട് നിങ്ങൾ കൂടുതൽ പറയുന്നു വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ അതാണ് ഈ ഡോണ്ട് മേക്ക് അസംഷൻസ്. ബുക്കിൽ അത് തന്നെയാണ് പറയുന്നത്. ബുക്കിൽ നമുക്ക് ചോദ്യം ചോദിക്കാൻ പേടിയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ എന്താണത്, ഇപ്പോൾ ഷവർമ കേസ്, അപ്പോൾ എന്നോട് ചോദിച്ചാൽ പോരെ അതെന്താ, ഞാൻ എന്താണോ നിനക്ക് ട്രിഗർ ആയത് ആ സാധനം ചോദിച്ചാൽ മതി. പക്ഷെ ആ ചോദ്യം ചോദിക്കാൻ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു മടിയാണ്, പേടിയാണ്. അപ്പോൾ നമുക്ക് ബെസ്റ്റ് പോസിബിൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി അസ്യൂം ചെയ്യാം, ഇതായിരിക്കും ശരി. പിന്നെ ഇത് അടുത്ത ഡ്രാമയിലേക്ക് പോവാണ്. അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു, അപ്പോഴത്തേക്കും അത് കേട്ടിട്ട് ഇപ്പുറത്താക്ക് തോന്നും ഞാനങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ, നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ആളാണെന്ന് നീ പറഞ്ഞു. ആൻഡ് സ്പൈറൽസ് ആൻഡ് ടോട്ടൽ ഡ്രാമയിലേക്ക് പോകും. മൂന്നാമത്തെ സെക്ഷനകത്ത് മെയിനായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, റിലേഷൻഷിപ്പുകളിലേക്ക് പോകുന്ന ആൾക്കാർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവര് അവരുടെ പാർട്ണറിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടാവും, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടാവും. പക്ഷെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന സമയത്ത് അവർ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ ഇഗ്നോർ ചെയ്ത് കളയും. ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് മനസ്സിൽ മറ്റൊരു ഐഡിയ ഉള്ളതെന്ന് പറഞ്ഞാല്, എന്റെ സ്നേഹം കൊണ്ട് ഞാൻ ഈ മനുഷ്യനെ എനിക്ക് വേണ്ട രീതിയിൽ മാറ്റിയെടുക്കും എന്നുള്ളൊരു ഐഡിയ ആണ് അവർക്കുണ്ടാകുന്നത്. ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോ ബുക്കിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളെയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. എങ്ങനെയുള്ള ഒരാളെ? അയാളിൽ നിങ്ങൾ മറ്റൊരു ചേഞ്ചും വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ സ്വയം വിചാരിക്കാതെ നമ്മളിൽ ഒരു ചേഞ്ചും വരുത്താൻ പോണില്ല. മറ്റൊരാൾ എത്രത്തോളം സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ, ഇപ്പൊ സ്നേഹം കൊണ്ട് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പോലും
ഭാര്യയോ ഭർത്താവിനെയോ കുറച്ച് നാളത്തേക്ക് സമാധാനിപ്പിക്കാൻ നമ്മൾ ചിലപ്പോൾ ഒന്ന് എന്തെങ്കിലും ചെയ്ത് കാണിക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും ലോങ് ലാസ്റ്റിംഗ് ചേഞ്ചസ് അങ്ങനെ ഒരു മനുഷ്യനുള്ളിൽ വരത്തില്ല. ലോങ് ലാസ്റ്റിംഗ് ചേഞ്ചസ് വരണമെങ്കിൽ നമ്മൾ സ്വയം തീരുമാനിക്കണം, ദിസ് ഈസ് നോട്ട് വർക്കിംഗ് ഔട്ട് ഫോർ മീ, എനിക്ക് ഇതാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാത്തടത്തോളം കാലം നമ്മൾ സ്വയം ഒരു ചേഞ്ചും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പം നീ ലൈഫ് കോച്ചിങ് ചെയ്യുന്നു, ഞാൻ ഒരു സമയത്ത് പോയിട്ട് കോച്ചിങ് എടുക്കുന്നു. അപ്പം നമുക്ക് അങ്ങനെ ഇപ്പോൾ ലൈഫ് ഒരു ക്ലയൻ്റ് ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കറേജിയസ് സാധനമാണ്. എല്ലാവർക്കും അത് നമ്മളത് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവത്തുമില്ല അതിൻ്റെ ഒരു നീഡ് എന്താണ്. ഇപ്പം അവർ പറയും പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, അതൊക്കെ ആരോടെങ്കിലും സംസാരിച്ചാൽ മാറും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ മാറും എന്ന് വിചാരിച്ചിട്ട് അവർ ഓരോരോ റെമഡീസ് അവരുടേതായിട്ട് ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ നമുക്ക് കുറേ കാര്യങ്ങൾ റെഡിയാക്കാൻ, ബെറ്റർ ആക്കാൻ, ലൈഫ് ഒന്നും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മളിലേക്ക് എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ട് എടുക്കണം എന്ന് ബോധ്യം ഉള്ള ആൾക്കാരുണ്ടാവില്ല. അതായത് അവർക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ സെൽഫ് വർക്കൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ പേടിയായിരിക്കും, അത് അഡ്രസ്സ് ചെയ്യാനുള്ള പേടി, എങ്ങനെയാണ് അതിനകത്തിലൊക്കെ പോയിട്ട് ഇരിക്കുക എന്നുള്ളൊരു പേടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ക്രൗഡിൻ്റെ അടുത്ത് നമ്മൾ ഈ ഇത്രയും ഡീപ്പറായിട്ടുള്ളൊരു കണ്ടൻറ്റ് പറയുമ്പോൾ ഒരു ഹൈ പോസിബിലിറ്റി ഓഫ് ഒരു റിജക്ഷൻ കിട്ടാൻ ഭയങ്കര സാധ്യതയുണ്ട്. കാരണം ആളുകൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവത്തില്ല. കാരണം എങ്ങനെയാണ് ഇതിപ്പോൾ ഇത് പറയുക, നമ്മളൊരു അറിയാത്ത ഭാഷ ആളുകളോട് സംസാരിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഈ മൂന്നാമത്തെ എഗ്രിമെൻ്റ് പോലെ തന്നെയാണ്, അവർ അസംഷൻസ് ഉണ്ടാക്കും. നമ്മളവിടെ പോയിട്ട് നമ്മളൊരു ലൈഫ് കോച്ചിങ് സെഷനിൽ എന്താ ചെയ്യുക എന്ന് ആളുകൾ അസ്യൂം ചെയ്യും. ഇടയ്ക്കിതൊക്കെയല്ലേ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അസ്യൂം ചെയ്യും. ആൻഡ് അവരവരുടേതായ കൺക്ലൂഷൻസ് ഉണ്ടാകും. ഒരിക്കലും ഈ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു തുറക്കാത്ത മുറി ഉണ്ടെങ്കിൽ ആ മുറിക്കുള്ളിൽ എന്തെങ്കിലും ആണെന്ന് ഓരോരുത്തരും അസ്യൂം ചെയ്യും. ഒരാൾ പോലും തുറന്നു നോക്കുന്നില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണിത്. ഭയങ്കര ട്രിക്കിയാണ്. അതിനകത്തിപ്പോൾ പറയാൻ പറ്റുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കാണ് കോച്ചിങ് വേണ്ടത്, ഹൂ നീഡ്സ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ ആർക്കും കോച്ചിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. അവരിപ്പോൾ ജീവിക്കുന്ന പോലെ അവർക്ക് കണ്ടിന്യൂ ജീവിച്ചു പോവാം. ഇത്ര നാൾ ജീവിച്ച പോലെ മുന്നോട്ട് ജീവിച്ചു പോകാൻ കുഴപ്പമില്ലാത്തതുകൊണ്ടാണല്ലോ അവർ അങ്ങനെ തന്നെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോ നീഡ് ഓഫ് ലൈഫ് കോച്ചിങ് തന്നെ പറയുന്നത്. കോച്ചിങ് വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ ലൈഫിൽ ചേഞ്ചസ് കോച്ചിങ് കാരണം ഉണ്ടാവണമെങ്കിൽ പോലും they would want to have coaching. എനിക്ക് കോച്ചിങ് വേണം എന്ന് പറയണം. എനിക്ക് കോച്ചിങ് ആവശ്യമായതുകൊണ്ട് ഞാൻ പോയി കോച്ചിങ് എടുക്കുന്നു എന്നതിലുപരി എന്റെ ലൈഫിൽ എനിക്ക് കോച്ചിങ് വേണം എന്ന് പറയുന്ന ആൾക്കാരുടെ ലൈഫിലായിരിക്കും ഇമ്മീഡിയറ്റ് ചേഞ്ചസ് വരിക. കോച്ചിങ് അല്ലെങ്കിൽ തെറാപ്പി പോലുള്ള കാര്യങ്ങൾ ആൾക്കാർ എടുക്കാതിരിക്കുന്നതിന് പിന്നിലുള്ള മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ കോച്ചിങ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആരാണോ അതൊരു ആ ആള് ഇന്നാഡിക്വേറ്റ് ആവും എന്നൊരു അസംഷൻ. അതായത് ഇപ്പോൾ ഉള്ള ഞാൻ ആഡിക്വേറ്റ് ഇനഫ് അല്ല, അതുകൊണ്ട് എനിക്ക് കോച്ചിങ് അല്ലെങ്കിൽ തെറാപ്പി എടുത്ത് ഇംപ്രൂവ് ചെയ്യേണ്ടി വരുന്നു എന്നത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉള്ള ഞാൻ ഇനഫാണ് എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് മറ്റൊരു ഹെൽപ്പ് എടുക്കേണ്ട, സെൽഫ് ഇംപ്രൂവ്മെന്റ് വർക്ക് എടുക്കേണ്ട കാര്യം ഇല്ല അവർക്ക്. പക്ഷെ അത് ഓക്കെയാണ്. ഇപ്പൊ അവര് വിശ്വസിക്കുകയാണ്, അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കോച്ചിങ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അവരുടെ ലൈഫിൽ ഇംപ്രൂവ്മെന്റ് വരാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ അവർക്കത് റെക്കഗ്നൈസ് ചെയ്ത് അഡ്രസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫോർത്ത് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ഡു യുവർ ബെസ്റ്റ്. അപ്പം നമ്മുടെ ഏതൊരു സമയത്തും നമ്മുടെ ബെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെയൊക്കെ ഒരു കൾമിനേഷനാണിത്. നമ്മൾ നേരത്തെ ഒരു ജഡ്ജ് വന്ന് നമ്മളെ ജഡ്ജി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് പറ്റാവുന്നതിന്റെ ബെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജഡ്ജിന് വന്നിട്ട് ജഡ്ജ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല. നമ്മൾ പറ്റാവുന്നതിന്റെ ബെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എഗെയിൻ മറ്റൊരു കാര്യം എൻ്റെ കൂടെ തന്നെ പറയുന്നുള്ളത്, ഇപ്പോൾ നമ്മുടെ പല കമ്പനിയിലും ഓഫീസിലും ഒക്കെ ബോസസ് പറയുന്നത് കേൾക്കാം, ഡു മോർ ദാൻ വാട്ട്സ് ബെസ്റ്റ് ഓഫ് യു എന്നൊക്കെ. അല്ല, നമുക്ക് പറ്റുന്നതിന്റെ ബെസ്റ്റ് ചെയ്യുക. അതിന് മുകളിലും ചെയ്യരുത്, അതിന് താഴെയും ചെയ്യരുത്. മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് 2 ദിവസത്തേക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് ഔട്ട് ആവും, എക്സോസ്റ്റ് ആവും. അതിൽ താഴെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും, ചെയ്യുന്നില്ലല്ലോ ജഡ്ജ് വന്നിട്ട് നമ്മളെ വിക്ടിം ആക്കിയിട്ട് പോകും. അപ്പോൾ
എന്താ പറയുക, ഈ ഓൾവേസ് ഡു യുവർ ബെസ്റ്റ് എന്ന് പറയുമ്പോഴും അത് നമ്മുടെ ബെസ്റ്റ് ആണെന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു ട്രിക്കി സാധനം. ഇപ്പം കുട്ടികൾ വിചാരിക്കുക, ക്ലാസ്സിലിപ്പം പഠിക്കുന്ന ഇതിൽ വിചാരിക്കുക ഡു യുവർ ബെസ്റ്റ് എന്ന് ഒരിക്കലും ഒരു കുട്ടിയോട് ഒരു ടീച്ചറും പറഞ്ഞു കൊടുക്കില്ല. അവർ മറ്റേ ഫുള്ള് മേടിക്കുക, അല്ലെങ്കിൽ മൊത്തം മറ്റേ ഫസ്റ്റ് മേടിക്കുക എന്നൊക്കെയാണ് പറയുക. അപ്പം എല്ലാ കുട്ടിയും അവരുടെ ബെസ്റ്റ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അവരുടെ ബെസ്റ്റിൽ അവർ ആ റാങ്കിങ്ങിൽ പലയിടത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ പോലും അവരവരുടെ ബെസ്റ്റ് ചെയ്ത് 40% മാർക്ക് മേടിച്ചെന്നോ 60% മാർക്ക് മേടിച്ചെന്നോ അവരോട് പറഞ്ഞു കൊടുക്കാൻ ആളുകൾ ഇവിടെ കുറവാണ്. ഇല്ലയെന്നല്ല പറയുന്നത്. എന്നാലും എപ്പോഴാ അങ്ങനെ വളർന്നു വന്നാലല്ലേ നമ്മളെ ബെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഓൾവേസ് ഡു യുവർ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ യുവറാണ് ഇതിനകത്തില് നമ്മുടെ ബെസ്റ്റ്. നമ്മുടെ ഇന്നിപ്പം ഒരു വയ്യാത്ത ദിവസമാണെങ്കിൽ, ഇപ്പം ഏതെങ്കിലും രീതിയിൽ സുഖമില്ലാത്തൊരു ദിവസമാണെങ്കിൽ അന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതായിരിക്കണം എൻ്റെ ബെസ്റ്റ് എന്ന് ആർക്കും അവർ പറഞ്ഞു കൊടുക്കാത്ത ഒരു ചൈൽഡ്ഹുഡിലൂടെയൊക്കെയാണ് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ വളരുന്നത്. അങ്ങനെ വളരുന്ന അഡൾട്ടുകൾ എന്ത് ചെയ്യും? കാരണം കുട്ടിക്കാലത്തെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലേ, അത് വളർന്നു കഴിയുമ്പോൾ അവർ ഒന്നെങ്കിൽ എക്സോസ്റ്റഡ് ആയിട്ട് പണിയെടുക്കും, എന്നിട്ട് അല്ലെങ്കിൽ അവർ പണിയെടുക്കുന്നവരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിക്കും. അങ്ങനത്തെ കുറേ ഒരു മിക്സ് ഓഫ് സാധനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെ, ഈ ബെസ്റ്റ് എന്ന് പറയുന്നത് സിറ്റുവേഷനിലും കൂടെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് പനി പിടിച്ച് വയ്യാത്തൊരു സമയത്ത് നിങ്ങൾ പനി ഇല്ലാതിരുന്ന സമയത്തുള്ള ബെസ്റ്റ് അല്ല പനിയുള്ള സമയത്തുള്ള ബെസ്റ്റ്. അപ്പോ പനിയുള്ള സമയത്ത് അപ്പൊ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഒന്നുമല്ലെങ്കിൽ ദെൻ അതാണ് നിങ്ങളുടെ ബെസ്റ്റ്. കിടന്ന് റെസ്റ്റ് എടുക്കുന്നതാണ് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ്. റെസ്റ്റ് എടുക്കാൻ പറ്റുന്നുള്ളത് ഒരു ബെസ്റ്റ് സാധനമാണെന്ന് ആരോട് പറയാനാണെന്നുള്ളതാണ്. ഇത് ആരോട് പറയേണ്ട കാര്യമില്ല, കാരണം ഇത് നമ്മളോട് തന്നെ നീതി പുലർത്തുക എന്നുള്ള ഒരു ഐഡിയയിലാണ് പോകുന്നത്. അപ്പോ ഓഫീസിൽ ബോസ് വിളിച്ചിട്ട് ഇന്ന് നിങ്ങൾ ഇത്രയും പണിയെടുത്തോന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഐ ബീൻ ഡൂയിങ് മൈ ബെസ്റ്റ് ബൈ ടേക്കിംഗ് റെസ്റ്റ് എന്ന് അയാളെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാമല്ലോ നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെന്ന്. പക്ഷെ നമ്മൾ ആൻസറബിൾ ആവുന്ന കേസിൽ അവിടേക്കാണ് ഇത് എനിക്ക് തോന്നുന്നു കൺഫ്യൂഷൻ ആവുന്നത്. ഇപ്പോൾ ആളുകൾക്ക് ഇത് കേട്ടാൽ ദഹിക്കാത്തത് അവിടെ ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്ക് വായിച്ചിട്ട് അങ്ങനെ പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതിപ്പോൾ ഇങ്ങനെ ഒരു ബുക്ക് തന്നെ അല്ലെങ്കിൽ ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്രയും ഡീപ്പറായിട്ടൊരു വർക്ക് ചെയ്യേണ്ട ആവശ്യം മനുഷ്യനുണ്ട് എന്ന് തോന്നിയിട്ടായിരിക്കണമല്ലോ ഇങ്ങനൊരു പുസ്തകം വന്നത്. അല്ലെ പിന്നെ ഇത് ഇനി അതൊരു മോട്ടിവേഷണൽ കോട്ട് അല്ലെങ്കിൽ പോകത്തല്ലേ ഉള്ളായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോ ഒരു ബുക്കിനെയും ഒരു പരിധി കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ ബുക്ക് പറയുന്നത് ഈ 4 അഗ്രിമെന്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് സെറ്റായി എന്നൊരു ഐഡിയ ബുക്കിന്റെ പിന്നിലുണ്ട്. അല്ലെങ്കിൽ ഏതൊരു ബുക്കിനകത്തും അങ്ങനെ ഒരു അൺറിട്ടൺ റൂൾ ഉണ്ട്, ഇത് ചെയ്യൂ ഓക്കെ ആവും. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ബുക്കിനെ എടുക്കേണ്ട കാര്യമില്ല. ഈ ബുക്ക് വായിച്ചപ്പോഴത്തേക്കും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങളെ ട്രിഗർ ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെടുക്ക്. ബാക്കി എടുക്കേണ്ട കാര്യമില്ല, വിട്ടേക്കാം. അത്രയും മതി. ഏതൊരു ബുക്ക് വായിക്കുമ്പോഴും നമ്മളുമായിട്ട് എന്താണ് റെസൊനേറ്റ് ചെയ്യുന്നത് അത് മാത്രം എടുക്കുക. ഇപ്പോൾ ബുക്കിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീ ചൈൽഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് നമ്മളൊരു 2 വയസ്സ് 3, 4 അല്ലെങ്കിൽ ഈവൻ 4 വയസ്സ് വരെയുള്ളൊരു കുട്ടികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര ഫ്രീ ആണ്. എങ്ങനെ നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മള് പല കേസിലും മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന ഒരു ഐഡിയ ക്രോസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും ഒരുപാട് സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും വിശ്വസിക്കേണ്ടത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, റോഡിൽ ഇങ്ങനെ നടന്നാൽ എന്ത് സംഭവിക്കും, ഇവിടെ ഇരുന്നാൽ എന്ത് സംഭവിക്കും, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടുണ്ടോ, ഇവിടെ പാർക്ക് ചെയ്താൽ ആരാണ് തെറി വിളിക്കുക, അത്രയും റൂൾസ് ഇങ്ങനെ ചുറ്റും കിടക്കണം. കൺസേൺ ആണ്. ഇപ്പൊ ഒരു ഫ്രീ ചൈൽഡ് എന്ന് പറയുന്ന ഒരു 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. പക്ഷെ ആ 4 വയസ്സുള്ള അല്ലെങ്കിൽ 4 താഴെ വയസ്സുള്ള കുട്ടികളാണ് വളർന്നു വലുതായി നമ്മളെ പോലെയൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഒരുപാട് ഭാരവും പേറി. കാരണം എന്താണ്? ഈ ബുക്കിൽ പറയുന്ന ഈ ബുക്ക് ഓഫ് ലോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ്. ബുക്ക് ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബിലീഫ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് സ്വയം ഉണ്ടാക്കിയെടുത്ത എഗ്രിമെന്റ്സ്, ആ എഗ്രിമെന്റിന്റെ ഒരു ബുക്ക്, അത്രയും ഭാരമുള്ളൊരു ബുക്ക് എടുത്ത് വളർന്നു വരുന്ന സമയത്ത് കുട്ടികളുടെ കയ്യിലേക്ക് കൊടുത്ത് കുട്ടികൾ വലുതായപ്പോഴത്തേക്കും ആ ഭാരമുള്ള ബുക്കും ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ബുക്കിൽ പറയുന്നത്. ഞാൻ എപ്പോഴും ഒരു ബുക്ക് എന്തിനു വായിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടുന്നത് എന്തായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. യൂഷ്വലി എൻ്റെ ഒരു വീഡിയോ ഫോർമാറ്റിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബ്ലാങ്ക് പ്രോമിസ് ഒന്നും ഇങ്ങനത്തെ കാര്യത്തിൽ കൊടുക്കാൻ പറ്റില്ല. സ്റ്റിൽ എനിക്ക് തോന്നുന്നു യൂഷ്വൽ റീഡിൽ നിന്നൊക്കെ കുറച്ച് മാറി നിൽക്കുന്ന ഒരു റീഡായിരിക്കും ഇങ്ങനത്തെ ടൈപ്പ് റീഡ്. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുക്കിന് ആവശ്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ
എന്താണ് ഒരാള് അയാൾ കംപ്ലീറ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അല്ലെങ്കിൽ അയാൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചിട്ട് യു ഹാവ് ടു വർക്ക് ഓൺ ദിസ് എന്ന് നമ്മൾ പറയേണ്ട കാര്യമല്ല. അത് അയാൾക്ക് തോന്നാത്തിടത്തോളം കാലം ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ പ്രയോറിറ്റി ഫോർ എനിവൺ എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ബുക്ക് ഓഫ് ലോ എന്ന് പറയുന്ന സാധനം നമ്മൾ വളർന്നു വരുമ്പോഴത്തേക്കും മറ്റു ഹ്യൂമൻസുമായിട്ടുള്ള ഇന്ററാക്ഷൻ, മറ്റു ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ മദർ ആവാം, അച്ഛനാവാം, അമ്മയാവാം, കൂടെ പഠിക്കുന്നവരാവാം, സൊസൈറ്റിയിൽ നിന്നൊക്കെ എടുത്തെടുത്ത് വരുന്ന സാധനമാണ്. ഇനിയിപ്പോൾ നമ്മുടെ അച്ഛനമ്മയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ അച്ഛനമ്മയിൽ നിന്ന് പഠിച്ച കുറേ റൂൾസ് ഉണ്ട്, അത് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ജനറേഷൻ ടു ജനറേഷൻസ് ഇങ്ങനെ പാസ് ചെയ്ത് വരുന്ന റൂൾസ് ആണ്, അല്ലെങ്കിൽ പാസ് ചെയ്ത് വരുന്ന ഒരു കോംപ്ലക്സ് കോമ്പിനേഷൻ ആണ് അവസാനം നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. നമ്മളെങ്കിലും അതിലേക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുട്ടികളിലേക്ക് ഇത് പാസ് ചെയ്യും. സോ അത് ഈ ട്രോമ ഹീൽ ചെയ്യുന്നതിന്റെ കാര്യം പറയുന്നല്ലേ, ആ ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മളത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പാസ് ചെയ്യുന്ന വെയിറ്റ് ലോഡ് കുറവായിരിക്കും എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ എഗെയിൻ ഈ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാല് അങ്ങനെ വില്ലനൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓരോ എഗ്രിമെന്റും നമ്മൾ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് സേഫ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി പോകുന്നു. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഡോണ്ട് മേക്ക് അസംപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ടു ആസ്ക് എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇറ്റ്സ് ഈസി ടു അസ്യൂം. അതായിരുന്നു അവിടുത്തെ റൂള് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ അതായത് ഇപ്പൊ ഒരു കോൺഫ്ലിക്റ്റിംഗ് ഭയങ്കര പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള ടെൻഷനുള്ള സിറ്റുവേഷനിൽ മിണ്ടാതിരുന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന അസംഷനും കൊണ്ട് അതൊരു സേഫ്റ്റിയാണ്. മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നില്ല, ഒരു അടിയും വഴക്ക് ഉണ്ടാകുന്നില്ല, ഒരു ശബ്ദം വിചാരിച്ചിട്ട് അതാണ് സമാധാനം എന്ന് വിചാരിച്ചിട്ട് അത് വർക്കാവുന്നു കാണുമ്പോൾ ഇതേ പാറ്റേൺ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക അല്ലേ, സൈലന്റ് ആയിട്ട്. ഇപ്പൊ ചിലർ പറയല്ലോ നമ്മൾ മിണ്ടാതിരുന്ന, ഞാൻ ഒത്തിരി സ്ത്രീകൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, നമ്മൾ മിണ്ടാതിരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, അപ്പൊ അവര് മിണ്ടാതിരിക്കും, സൗണ്ട് ഉണ്ടാവുള്ളൂ എന്നൊക്കെ. അയ്യോ ഓക്കെ. അപ്പോൾ ബുക്കിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ എഗ്രിമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് ആ എഗ്രിമെന്റിനെ തിരുത്താനൊന്നും നിൽക്കണ്ട. എന്നാൽ ബുക്ക് പറയുന്നതാണ് ആ എഗ്രിമെന്റിനെ തിരുത്തുന്നത് ഭയങ്കര പാടായിരിക്കും. അതിന് പകരം നമ്മൾ ആ എഗ്രിമെന്റ് എന്തിനു വേണ്ടിയിട്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു ആസ്പെക്റ്റിനെ റിസോൾവ് ചെയ്യാൻ മറ്റൊരു നല്ല എഗ്രിമെന്റ് ഉണ്ടാക്കുക. ആ എഗ്രിമെന്റ് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഈ മുന്നേ ഉണ്ടാക്കിയ എഗ്രിമെന്റ് പതിയെ മാഞ്ഞു പൊക്കോളും. ഓക്കെ, ഇത് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും അല്ലേ? നമ്മൾ കുറച്ചും കൂടി വേറെ തലത്തിൽ സംസാരിക്കുക. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞേ. അതായത് ഇപ്പം ഞാനിപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ബോസ്, അവരുമായിട്ടുള്ള കോൺവെർസേഷൻസ് എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടാവുന്നു. അപ്പം ഞാൻ എല്ലാ തവണയും അവരുമായിട്ടുള്ള എല്ലാ മീറ്റിങ്സും അവോയ്ഡ് ചെയ്ത് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു. അതായിരിക്കും എന്റെ റുട്ടീൻ. അപ്പൊ അത് ഇന്ന് ബെറ്റർ ആയിട്ട് എന്ത് റുട്ടീൻ. അവിടെ എഗ്രിമെന്റ് ദിവ്യയോട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള എഗ്രിമെന്റ് എന്ന് പറഞ്ഞാല് ബോസിനോട് സംസാരിച്ചാൽ പ്രശ്നമാവും. സോ ബെസ്റ്റ് ഇവിടെ ചെയ്യാവുന്ന ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞാല് അവോയ്ഡ് ചെയ്യുക, അവരെ കാണുന്ന വഴിയ, അവരോട് സംസാരിക്കുന്ന വഴിയ, ഇതാണ് ചെയ്യാൻ പറ്റുക. അപ്പോ അതുവഴി എങ്ങനെയാണ് ദിവ്യ സേഫ് ആവുന്നത്? ഓരോ ഒഴിഞ്ഞുമാറിയും എന്താ പറയാ, എങ്ങനെയാ സേഫ് ആവുന്നത്? താൽക്കാലികമായിട്ടുള്ള ഒരു സമാധാനം കിട്ടുമായിരിക്കും. സമാധാനം അപ്പൊ നമുക്കുള്ള സമാധാനം അത് കളഞ്ഞു വിളിക്കാതിരിക്കുക എന്നുള്ളതാണ് സേഫ്റ്റി ചെയ്യാതിരിക്കുന്ന സാധനം. ഓക്കെ. അപ്പോ അത് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങള്, കാരണം ഒരുപാട് പ്രശ്നം ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇന്നല്ലെങ്കിൽ നാളെ ബോസിനെ കാണേണ്ടി വരും. കാണുന്ന ദിവസം ഈ ഉള്ളിൽ ബിൽഡപ്പ് ചെയ്ത സാധനങ്ങളെല്ലാം ആയിരിക്കും പുറത്തു വരുന്നത്. അപ്പൊ ബോസിന് ചിലപ്പോൾ ഇത്ര ഐഡിയ പോലും ഉണ്ടാകത്തില്ലേ, ഇതാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നായിരിക്കും അവരാലോചിക്കുന്നത്. അപ്പോ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത് ബിൽഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. എന്ത് ബിൽഡ് ചെയ്യാൻ? ഇതിപ്പം ഇത് അവോയ്ഡ് ചെയ്യുന്ന ഒരാളാണ് ഇത് കാലകാലങ്ങളിൽ ഇതിങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പം ഞാനും ബോസും തമ്മിലുള്ള ബന്ധം വഷളാകുമെന്നല്ല, ബന്ധം ഇല്ലാതാവും. കാരണം മീറ്റ് ചെയ്യാതെ ആളുകളൊന്നും ബന്ധം ഉണ്ടാവില്ലല്ലോ, ഒരു ഡിസ്കഷൻ ഇല്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതൊരു പ്രശ്നമാണെന്ന് ഐഡന്റിഫൈ ചെയ്താലേ ദേവിക്ക് ഈ എഗ്രിമെന്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇനി മുതൽ ഇത് വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റും. ഫോണിൻ്റെ ചാർജ് വരുന്നുണ്ട്, കുറേ പോർഷൻ വീഡിയോ റെക്കോർഡ് ചെയ്തത് പോയി. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് നമ്മളൊന്നും കൂടി പറയാമെന്ന് വെച്ചു അല്ലേ. ഒരു ക്യാമറ ഒക്കെ മേടിക്കും ദിവ്യ, കാശ് വേണ്ടേ? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞാല് നമ്മുടെ ലൈഫിൽ നമ്മൾ പോലും അറിയാതെ ഉണ്ടാക്കി വെച്ച എഗ്രിമെന്റ്സിനെ ചോദ്യം ചെയ്യാതെ
ആ എഗ്രിമെൻറ്റ്സ് എന്ത് തരം സേഫ്റ്റിയാണോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ സേഫ്റ്റി കിട്ടുന്ന മറ്റ് എഗ്രിമെൻറ്റുകൾ ഉണ്ടാക്കുക. അതിനുള്ള മോട്ടിവേഷൻ ഒരു മനുഷ്യന് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എഗ്രിമെൻറ്റിനകത്ത് സേഫ്റ്റി ഉണ്ടെങ്കിലും മറ്റൊരുപാട് പ്രശ്നങ്ങൾ ആ അഗ്രിമെൻറ്റ് കാരണം ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനി മുതൽ വേണ്ട, ആ പ്രശ്നം എനിക്കിനി എൻ്റെ ലൈഫിൽ വേണ്ട എന്ന് തീരുമാനം എടുക്കുന്ന സമയത്താണ് ആ സേഫ്റ്റി വിട്ടിട്ട് ആ സേഫ്റ്റിക്ക് പകരം ആ സേഫ്റ്റിയിലേക്ക് എത്താനായിട്ട് മറ്റ് എഗ്രിമെൻറ്റിലേക്ക് പോവുക. അങ്ങനെയുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കാനായിട്ടൊരു മോട്ടിവേഷൻ ഈ ബുക്കിൽ കൊടുത്തേക്കുന്ന 4 എഗ്രിമെൻ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കാം എന്നാണ് ബുക്ക് പറയുന്നത്. നമ്മളിപ്പോൾ നമുക്ക് ഒരു സംസാരിക്കാൻ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ബോസ് ഓഫീസിലുണ്ടെന്നിരിക്കെ നമുക്ക് മനസ്സമാധാനം എന്ന് പറയുന്ന സേഫ്റ്റി, മനസ്സമാധാനത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരാൾ ഈ ബോസിനെ അവോയ്ഡ് ചെയ്തും ബോസിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാതെയും ബോസുമായിട്ടുള്ള സംസാരങ്ങൾ കോൺഷ്യസ്ലി അവോയ്ഡ് ചെയ്തും ജീവിക്കുമായിരിക്കും. അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളെ വലുതാക്കാതെ സപ്രസ് ചെയ്ത് ജീവിക്കുമായിരിക്കും. ഏതെങ്കിലും ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും. അങ്ങനെ ആ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കരുത്, എനിക്കിങ്ങനെ സപ്രസ് ചെയ്ത് ജീവിക്കണ്ട, എനിക്ക് മറ്റെന്തെങ്കിലും വഴി കാണണം എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ ആ സേഫ്റ്റി അങ്ങനെ ഒളിച്ച് ജീവിച്ച് ബോസിൻ്റെ അടുത്ത് സംസാരിക്കാതെ മാത്രം നമുക്കത് ചെയ്യേണ്ട, നമുക്ക് മറ്റെന്തെങ്കിലും വഴി, മറ്റെന്തെങ്കിലും ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാം എന്ന് തീരുമാനിക്കുന്നത് പുതിയൊരു വഴി. അപ്പോൾ അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഓപ്പൺ കോൺവെർസേഷൻ ബോസുമായിട്ട് നടത്തുക എന്നുള്ളതാണ്. പക്ഷെ അത് ഈസിയാണ് പറയാനായിട്ട്, പക്ഷെ അതിനകത്ത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു, നമ്മളോട് എത്രത്തോളം നീതി പുലർത്തുന്നു എന്നൊക്കെ അനുസരിച്ചിരിക്കും ആ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ എങ്ങനെ വരിക എന്നുള്ളത്. എന്നുവെച്ചാൽ ഇത് മറ്റേ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആണെങ്കിൽ ഇത് ഈസിയാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ ഓഫീസുകളിൽ പലതും ഡിസ്കഷൻസ് പ്രൊഫഷണൽ മാറ്ററിലാണെങ്കിലും അതിനകത്ത് പേഴ്സണൽ അറ്റാക്സ് ആണ് കൂടുതൽ. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു വരുമ്പം നമുക്ക് ആ പ്രൊഫഷണൽ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഇത് പറയാൻ പറ്റില്ല. അതിനകത്ത് 2 കാര്യങ്ങളുള്ളത്. ഒന്ന്, പേഴ്സണൽ അറ്റാക്ക് വരുമ്പോൾ എത്രത്തോളം ആ പേഴ്സണൽ അറ്റാക്കിൽ എത്രത്തോളം നമ്മൾ സ്വയം വിശ്വസിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലുക്സിനെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ബോസ് എന്തെങ്കിലും കമൻറ്റ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പണിയെല്ലാം എടുത്തിട്ടുണ്ടാവും പക്ഷെ അതൊന്നും ചെയ്തില്ല എന്ന് കരുതിയിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ലുക്സിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്ത പണിയിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെയാണ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇയാളത് എന്താ പറയുന്നത്, ആ ഒരു എക്സ്പ്രഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ പിന്നുള്ളത് ഫീലിംഗ് ഡിഫീറ്റഡ് ആയിരിക്കും. അതായത് നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും പുള്ളി നമ്മളെ മനസ്സിലാക്കുന്നില്ലോ. അഗെയിൻ അപ്പോൾ ബോസിന്റെ ഒരു അപ്രിസിയേഷൻ ആഗ്രഹിക്കുന്ന ഒരാൾ അവിടെ ഉണ്ട്. അപ്പോൾ അയാൾക്കാണ്. അപ്പോൾ നമുക്ക് ട്രിഗർ ആവുന്നതെല്ലാം എപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ അംഗീകരിക്കാൻ ആഗ്രഹിക്കാത്ത ഏതൊക്കെയോ പാട്ടുകളാണ്. അവരെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ഇതുപോലുള്ള എഗ്രിമെന്റ് വഴിയോ കോച്ചിങ് വഴിയോ ഒക്കെ നമ്മൾ ഇതാണ് യൂഷ്വലി ചെയ്യാറ്. ശരിയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഓഫീസിലൊക്കെ മുന്നേ ആയിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് നല്ലതാണ്. അപ്രീസിയേഷൻ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ബൂസ്റ്റാണ്. അവരെന്തോ ഭയങ്കരമായിട്ട് ഇവരെ വാല്യൂ ചെയ്തു എന്നുള്ളൊരു ബിലീഫിൽ മാത്രം പണിയെടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരല്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം അവരോട് ഇത് പർട്ടിക്കുലർലി ആരെങ്കിലും പറഞ്ഞാൽ, അവരെ എടുത്ത് അനുമോദിച്ചാൽ മാത്രം സന്തോഷിക്കുന്ന, അതർവൈസ് അവരിങ്ങനെ മിസറബിൾ ആണെന്ന് പറഞ്ഞ് അങ്ങ് പോയിക്കൊണ്ടിരിക്കും, ജീവിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ മറ്റേ എഗ്രിമെന്റിന് ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി. ഒരാൾ നമ്മളെ പറ്റി പോസിറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞാലും അതെടുത്ത് വെച്ച് തലയിലേക്ക് എടുത്ത് വെക്കാതിരിക്കുക. ബിക്കോസ് അയാളത് മാറ്റി പറയുന്ന ദിവസം തീർന്നു നമ്മൾ. മറ്റൊരു കാര്യം ബുക്കിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് ഒരുപാട് മതഗ്രന്ഥങ്ങളിലും പിന്നെയും കൺസിസ്റ്റൻ്റ് ആയിട്ട് പറയുന്നത്, ഒരുപാട് സിനിമകൾ നമ്മൾ പിന്നെയും കേട്ടിട്ടുള്ള സാധനമാണ്. നമുക്ക് ഇതുപോലെ ട്രിഗർ ആവുന്ന സാധനങ്ങളിൽ നിന്നൊരു മുക്തി, ഒരു ഹീലിംഗ് വേണമെങ്കിൽ അതിന് ഒറ്റയൊരു വഴി ഫോർഗീവ്നെസ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക മാത്രമല്ല, നമ്മൾ പണ്ടെപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന തെറ്റുകളെ ഓർത്ത് നമ്മൾ അവിടെയും നമ്മളോട് തന്നെ ക്ഷമിക്കുക. എല്ലാ രീതിയിലും ക്ഷമിക്കുക വേണം. അപ്പോൾ ഫോർഗീവ്നെസ് ഇസ് ദി ഓൺലി വേ ടുവേർഡ്സ് ഹീലിംഗ് എന്നാണ് ബുക്ക് പറയുന്നത്. അതും വളരെ ശരിയാണ്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പോൾ നമ്മളോടാരെങ്കിലും വന്ന് എന്തൊക്കെയോ പറഞ്ഞു, നമുക്ക് ദേഷ്യമായി വിഷമമായി നമ്മളത് ഉള്ളിപ്പേറിക്കൊണ്ട് നടക്കുകയാണ്. മറ്റൊരാൾ വന്ന് അത് പറഞ്ഞു, അത് നമ്മൾ സ്റ്റോറി വെച്ചേക്കുക. ഈ പറയുന്നവരൊക്കെ പറഞ്ഞിട്ട് അവരുടെ പാട്ടിന് പോയി, അവർ നമ്മളെപ്പറ്റി ഓർക്കുന്നില്ല, അവർക്ക് നമ്മളൊരു കൺസേൺ ഇല്ല. പക്ഷേ
നമ്മള് ഇവനത് പറഞ്ഞു ഞാൻ മറക്കത്തില്ല, അവന് ഞാൻ ഓർത്ത് വെച്ചിരിക്കും, അല്ലെങ്കിൽ അവളെ ഞാൻ ഓർത്ത് വെച്ചിരിക്കും, എന്തെങ്കിലും ഞാൻ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ചേക്കും. ഇത് കാരണം ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ലൈഫ് മാത്രമാണ്. പറഞ്ഞവരൊന്നും ഇതൊന്നും ഓർക്കുന്നില്ല. അപ്പോൾ ബുക്ക് പറയുന്നത് എന്താ വെച്ചാൽ ഫൊർഗീവ്നെസ് വേണം, നമ്മൾ ക്ഷമിക്കണം മറ്റുള്ളവരോട്, നോട്ട് ബിക്കോസ് അവരത് അർഹിക്കുന്നു, ബട്ട് ബിക്കോസ് വി നീഡ് എ ഹാപ്പി ലൈഫ്, ഹാപ്പി പീസ്ഫുൾ ലൈഫ്. അവർ ക്ഷമ അർഹിക്കുന്നുണ്ടല്ല, നമ്മൾ സന്തോഷം അർഹിക്കുന്നത് കൊണ്ട് നമ്മൾ അവരോട് ക്ഷമിക്കുക എന്ന്. ഈ ബുക്കിന്റെ അവസാനം കുറച്ച് പ്രേയേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്രേയർ ഫോർ ഹാപ്പിനെസ്, പ്രേയർ ഫോർ ഫാമിലി എന്നൊക്കെ പറഞ്ഞു. ബേസിക്കലി നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരാനായിട്ട് യൂണിവേഴ്സിനോട് ഇങ്ങനെ പറയൂ. കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ എപ്പോഴും യൂഷ്വലി ചെയ്യുന്നൊരു കാര്യം, നമ്മൾ നമ്മളോടും മറ്റുള്ളവരോടും ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഒരു ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ബുക്കിനകത്ത് അത് തന്നെ പറയുന്നത്. ഫസ്റ്റ് ബീം ബക്ക് വിത്ത് വേർഡ് എന്ന് പറയുന്നതിനകത്ത് ഡോണ്ട് കേഴ്സ് യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ മണ്ടനായി പോയല്ലോ, ഞാൻ ഇങ്ങനെ ഒരു ഡാഷായി പോയല്ലോ എന്ന് എത്ര പേരാണ് നമ്മൾ. അയ്യോ ശരിക്കും നമ്മളൊക്കെ ബോധപൂർവ്വം അത് പറയാതിരിക്കാറുണ്ടല്ലോ അല്ലേ. നമ്മളിപ്പം ഇത്രയും കാലം ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ജേർണിയിലൊക്കെ നമ്മൾ കയറിയതിന് ശേഷം ഞാൻ വളരെ ബോധപൂർവ്വം അത് പറയാതിരിക്കാറുണ്ട്. ബിക്കോസ് നമ്മളത് പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾ ഒന്നാമത് അവർ നമ്മളോട് അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് അത് തന്നെ പറയും, ലൈക്ക് നിങ്ങളിങ്ങനെയാണ്. പിന്നെ ഇത് പൊതുവേ ആൾക്കാർ ഇത് പറയും, അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കൂടുതൽ സ്ത്രീകളുടെ അടുത്ത് അത് കേട്ടിട്ടുള്ളത്. ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സ്പേസ് അതായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഐ മീൻ ഇങ്ങനത്തെ ഒരു മിസറബിൾ മനുഷ്യനാണ് ഞാനെന്ന് അവർ തന്നെ പറയും. ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. അത് ദിവ്യ ആയതുകൊണ്ടാണ്, ദിവ്യയ്ക്ക് ഇങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എനിക്ക് പറ്റത്തില്ല, അങ്ങനെ പറയും. അപ്പം ഞാൻ വിചാരിക്കും എന്ത് ഡിഫറൻസ്, അങ്ങനെ പറഞ്ഞുകൂടല്ലോ. നമ്മളത് ചുമ്മാ അങ്ങ് പറയാൻ പാടില്ല നമുക്കത് പറ്റില്ല, അല്ലെങ്കിൽ നമുക്കത് ഞാൻ അങ്ങനത്തെ ഒരു പോരാത്ത ഒരാളാണെന്നൊക്കെ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങനെ. അപ്പോൾ ആസ് ഒപ്പോസ് ടു ദാറ്റ് എന്ത് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യണം എന്ന് അതിനെപ്പറ്റി കൂടുതൽ പ്രതിപാദിക്കുന്ന ഒരു പ്രയറാണ്. പ്രയർ എന്ന് വെച്ചാൽ പ്രാർത്ഥനയൊന്നുമല്ല, ജസ്റ്റ് ഒരു ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് മൈ ലൈഫ് വെൻ ഇറ്റ് കംസ് ടു മൈ റിലേഷൻഷിപ്പ്, വെൻ ഇറ്റ് കംസ് ടു മൈ ലൈഫ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ പ്രയർ. ഇതൊക്കെ ഉണ്ടല്ലോ ഈ വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇതേ സംഗതി വേറൊരു രീതിയിൽ ചെയ്യിക്കും. അതായത് നിങ്ങളുടെ ആഗ്രഹമുള്ള നിങ്ങളെങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കൂ, അത് എഴുതൂ, അത് പറയൂ, അത് ഷെയർ ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യാൻ ആളുകൾക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മളിതൊരു പുസ്തകത്തിലുണ്ടെന്നും അതിൻ്റെ ഒരു ഫണ്ടമെൻ്റലായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റായിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുമ്പം ആളുകൾക്ക് പെട്ടെന്ന് അത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇതേ സാധനം നമ്മളിപ്പോൾ ഒരു സിനിമയായിട്ട് പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേറൊരു രീതിയിൽ കാണിച്ചെടുപ്പിക്കുകയാണെങ്കിൽ, പ്രാർത്ഥന ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു റിലീജിയസ് പ്രാർത്ഥനയായിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളല്ലാതെ ഇതൊരു പുസ്തകത്തിനകത്തുള്ളൊരു മെത്തേഡ് ഓഫ്, ഇപ്പം ഇക്കിഗായ് വേ ഓഫ് ലിവിങ് എന്ന് പറയുന്ന ഇതൊരു ടൈപ്പ് ഓഫ് വേ ഓഫ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ആളുകൾക്കൊന്ന് നെറ്റ് ചുളിക്കാനായിരിക്കും ഇതേപോലത്തെ പുസ്തകം വായിക്കാത്ത ആൾക്കാർക്ക് തോന്നുക. നമ്മൾ ഓൾറെഡി വിശ്വസിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്, ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സെയിം പ്രാർത്ഥന വിച്ച് ഈസ് പുള്ളി ഡൂയിങ് ഗുഡ് തിങ്സ് ഫോർ us, അത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അതെ. പിന്നെ ഇതല്ലാതെ ഈ ബുക്കിൻ്റെ തന്നെ വേറൊരു വേർഷനും കൂടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ബുക്ക് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള റീഡാണ്, ഡീപ്പർ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ബുക്ക് ഒരു ഇന്നർ വർക്കിനും കൂടെ, ഡീപ്പർ ഇന്നർ വർക്കിനും കൂടെ വേണ്ടി യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബുക്കിൻ്റെ തന്നെ വേറൊരു വേർഷനും കൂടെ ഉണ്ട്. ഫോർ എഗ്രിമെന്റ്സ് കമ്പാനിയൻ ബുക്ക് എന്നാണ് പേര്. അപ്പോൾ ഇതേ കണ്ടന്റ് തന്നെയാണ് അതിനകത്തുള്ളത്. പക്ഷേ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തോട്ട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ബീം ബക്കബിൾ വിത്ത് വേർഡ് എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഇറ്റ് വിൽ നമ്മൾ ഇപ്പോഴെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് തന്നെ റിയലൈസ് ചെയ്ത് തരാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എഴുതി പോകാനുള്ള സ്പേസ് ഉണ്ടാവും അതിനകത്ത്. അത് തന്നെ ഇതൊന്നുമില്ല, പുറത്തേക്ക് ചെല്ലും മതി. അപ്പോൾ അത് കുറച്ചും കൂടെ ഐ മീൻ ആദ്യം ഈ ബുക്ക് വായിച്ചിട്ട് പിന്നെ ആ ബുക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആദ്യമേ അതെടുത്തു കഴിഞ്ഞാൽ ആ ബുക്ക് ഒരിക്കലും വായിച്ചിരുത്തില്ല. അതൊരു ഡീപ്പറായിട്ടുള്ളൊരു സാധനമാണത്. പിന്നെ അത്രേ ഉള്ളൂ അല്ലേ ഫോർ അഗ്രിമെന്റ്സിനെ കുറിച്ചിട്ട്. പിന്നെ പുള്ളി ഇതല്ലാതെ ഒരു ഫിഫ്ത്ത് അഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് കൂടെ എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ ഫോർ അഗ്രിമെന്റ്സിനെ പറ്റി. ഇത്രയേ ഉള്ളൂ ഫോർ അഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞ ബുക്കിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആൻഡ് റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് വായിക്കുക. കമ്പാരിറ്റീവ്ലി ഈസി റീഡാണ്. പിന്നെ ഇതുപോലൊരു ഡീപ്പർ റീഡായിരിക്കും. അപ്പോൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, ലിങ്ക് ഞാൻ കൊടുക്കാം. ആൻഡ് ഇതുപോലെയുള്ള ടൈപ്പ് ഓഫ് ബുക്സിൻ്റെ ഡിസ്കഷൻ നിങ്ങൾക്ക്
കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു കാറ്റഗറിയിൽ വേറെ ബുക്ക് വല്ലതും ഉണ്ടോ? റീസെൻ്റ് ആയിട്ട് ഈ കാറ്റഗറിയിൽ ഞാൻ വായിച്ച മറ്റൊരു ബുക്ക് ഇന്നർ ഗെയിം ഓഫ് ടെന്നീസ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്, ടിമോത്തി ഗാൽവേ എന്ന് പറയുന്ന മനുഷ്യൻ്റെ. അപ്പം അതും ഇതുപോലെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ് ഇതുപോലെ ഉള്ള. അപ്പോൾ അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബുക്കുകളൊക്കെ ഇതാണ് സത്യം എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത് വായിക്കുമ്പോഴത്തേക്കും നമ്മളിൽ എന്തെങ്കിലും ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഇന്ന വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ് ഇനഫ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നർ ഗെയിം ഓഫ് ടെന്നീസിൻ്റെ റിവ്യൂ ഇതുപോലെ വേണമെങ്കിൽ, ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ, ഞാൻ വായിക്കാം. അപ്പോൾ ഡിസ്കഷൻ റിവ്യൂ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. റിവ്യൂയുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വേറെ എന്തോ കൂടെ ചെയ്യുമല്ലോ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനിതൊന്നും പറയാറില്ല, എന്തെങ്കിലും ചെയ്യാം. സ്വയം ചെയ്യുമ്പോൾ എന്താ പറയാത്ത, ഞാനും എൻ്റെ കണ്ടന്റ് പറഞ്ഞിട്ട് അവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അവർ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറയൽ കുറവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.